നമസ്കാരം. ഇന്നിപ്പോൾ ഈ കേരളത്തിൽ ഈ കുലുക്കി സർബത്തിൻ്റെ ഈ ബോർഡുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അധികം കാണാനില്ല. എന്നിരുന്നാലും കുലുക്കി സർബത്ത് ഇപ്പോഴും പ്രചാരത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നല്ല ബോധ്യമില്ല. എന്നിരുന്നാലും ഒരു കാലത്ത് ഭയങ്കര ആവേശമായിരുന്നു ഈ ആൾക്കാർക്ക് ഈ കുലുക്കി സർബത്ത് കുടിക്കാനായിട്ട്. അതേപോലെ ഒരു കുലുക്കി സർബത്ത് ഇപ്പം ആൾക്കാർ മാധ്യമങ്ങളിലൂടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കറുപ്പ് വിഷയം, കറുപ്പിന് അഴക് ഏഴഴക് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കറുപ്പിൻ്റെ പേരിൽ വിവേചനമുണ്ട് എന്നുള്ളതാണ് വിഷയം. ഇത് തൊടുത്തുവിട്ടത് നമ്മളുടെ ചീഫ് സെക്രട്ടറിയാണ്, ശാരദാ മുരളീധരൻ. അപ്പോൾ അവർ നേരിട്ട ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവരൊരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. അതിമനോഹരമായ ഫേസ്ബുക്ക് കുറിപ്പാണ്. അതിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ നിഴലിച്ച് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധതയാണ്. മറിച്ച് അതോടൊപ്പം തന്നെ അതിനകത്തുനിന്ന് ഒരുപാട് സംഗതികൾ കേരള സമൂഹത്തിന് വായിച്ചെടുക്കാനുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കറുപ്പ് വിഷയം അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ, ഇപ്പം മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വിദഗ്ധരുടെ, അതേപോലെ തന്നെ മനഃശാസ്ത്ര വിദഗ്ധരുടെ ഉൾപ്പെടെ ഉള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ കറുപ്പിനെതിരെയുള്ള വിവേചനം, ആ വിവേചനത്തിനെതിരെ നല്ല ശക്തമായ പോരാട്ടം വേണമെന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. പോരാട്ടങ്ങളിലൂടെ ഏതെങ്കിലും ഒരു സംഗതി ഇല്ലാതാകുമായിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് അഴിമതി ഒട്ടും ഉണ്ടാവേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ എവിടെയെങ്കിലും കേരളത്തിലെ കണക്ക് അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം വേറെ ഉണ്ടോയെന്ന്. അതേപോലെ തന്നെ ജാതി മതത്തിനെതിരെ പോരാട്ടം, ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആ പോരാട്ടത്തിൻ്റെ പരിചിതമായ പോരാട്ടമാണ് ഈ പോരാട്ടത്തിലും, ഈ കറുപ്പിൻ്റെ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിലും പ്രയോഗിക്കണമെന്ന് പറയുന്നത്. ഇത് നിലവിൽ തന്നെ നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്നത് അങ്ങേയറ്റം പൈങ്കിളി വൽക്കരിക്കപ്പെട്ട് ആ പൈങ്കിളിയുടെ ഏതെല്ലാം താഴെ തട്ടിൽ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ താഴെ തട്ടിൽ എത്തി ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ കേരള സമൂഹം ഇന്ന് നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു പൈങ്കിളിവൽക്കരണത്തിൽ മുഖ്യ ഉത്തരവാദിത്വം വഹിച്ചത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുമാണ്. അതിനകത്ത് സംശയമില്ല. ഇന്നിപ്പോൾ നമ്മുടെ ഈ നടക്കുന്ന ഈ കറുപ്പ് വിഷയം, കറുപ്പിൻ്റെ പേരിൽ വിവേചനം നേരിടുന്നു. ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ കറുപ്പ് നിറമുള്ള, ഇതുവരെ കറുത്ത നിറമുള്ള അല്ലെങ്കിൽ ഇരുണ്ട നിറമുള്ള വ്യക്തികൾ തങ്ങളുടെ നിറത്തെക്കുറിച്ച് ചിന്തിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കൂടി ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക്, ഒരവസ്ഥയിലേക്ക് ഈ കറുപ്പ് ചർച്ചാ വിഷയം കൊണ്ടുപോകും. നിലവിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന അല്ലെങ്കിൽ കറുപ്പിൻ്റെ ഇരുണ്ട നിറത്തിൻ്റെ പേരിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ വിഷമത്തിന് കൂടുതൽ ആഴം വരുത്തും, അല്ലെങ്കിൽ കൂടുതൽ ഒരു തീവ്രത വരുത്തും. ആ തീവ്രതയുടെ അടിസ്ഥാനത്തിൽ അവർ സ്വയം വിശ്വസിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. കറുപ്പ് ഒരു വിവേചനത്തിൻ്റെ കാരണമില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു ധാരണയിലൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന മാനസികാവസ്ഥയിലേക്ക് മാറുന്ന വ്യക്തി പോലും അറിയാതെ ഉള്ളിൽ കറുപ്പിനെ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്, കറുപ്പിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ സ്വയം നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെല്ലുന്നു. മാത്രവുമല്ല, ഇത് സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ ഒരു തൊലിപ്പുറ ചർച്ചയിലാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കറുപ്പിൻ്റെ പേരിലുള്ള വിവേചനം വരുന്നത്? ഈ കറുപ്പിൻ്റെ പേരിലുള്ള വിവേചനം ഈ വെളുത്ത മനുഷ്യരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണോ, അതോ വെളുത്തിനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണോ, അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ? അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലും നമ്മുടെ ഈ ചർച്ചകളെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ചർച്ചകൾക്ക് ആൾക്കാരുടെ ചിന്തയെ നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ തൊലിപ്പുറ ചർച്ച എന്ന് പറയുന്നത്, ഈ തൊലിപ്പുറ ബോധം ശക്തമായി നിൽക്കുന്നത്, അത് വെളുത്തവരായിക്കോട്ടെ, ഇരുണ്ടവരായിക്കോട്ടെ, കറുത്തവരായിക്കോട്ടെ, അവരിലത് ഏതെങ്കിലും വ്യക്തിയിലത് ശക്തമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബോധം നിലനിൽക്കുന്നത് വ്യക്തികളിൽ ഈ ജാതിബോധം, മതബോധം ഇതൊക്കെ നിലനിൽക്കുന്ന അതേ അവസ്ഥയിലായിരിക്കും നിലനിൽക്കുന്നത്. ഒരുപക്ഷെ അവർ പുറത്ത് പറയത്തില്ല. പല ആൾക്കാരും, നമ്മുടെ വളരെ അപൂർവ ആൾക്കാരെ കേരളത്തിൽ പുറത്ത് ജാതി ഏതാണ്, മതം ഏതാണെന്നൊക്കെ ചോദിക്കാറുള്ളൂ. മതം ഒരുപക്ഷെ പേര് കേട്ടാൽ അറിയായിരിക്കും.
എങ്കിലും നിങ്ങളുടെ ജാതി ഏതാണെന്നുള്ളതൊക്കെ വളരെ അപൂർവ ആൾക്കാരെ ചോദിക്കത്തുള്ളൂ. പക്ഷേ എങ്കിലും ഈ ജാതി ചിന്തയില്ലാത്ത മനുഷ്യർ വളരെ കുറവാണ്. എത്ര പുരോഗമന ആൾക്കാരുടെ ഇടയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പോലും വളരെ പെട്ടെന്ന് തന്നെ പരിചയപ്പെടുന്ന വ്യക്തിയുടെ ജാതി ഏതാണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ത്വരയും കണ്ടെത്തുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചിന്ത വരുന്നത്? ആ ചിന്ത വരാനൊരു ഒറ്റ കാരണമേ ഉള്ളൂ, മനുഷ്യൻ്റെ തലത്തിലേക്ക് ഉയരാൻ കഴിയുന്നില്ല. ആ മനുഷ്യൻ്റെ തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ഭേദങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ മാറി മനുഷ്യനെ കാണാൻ ശ്രമിക്കും. അതിലേക്ക് എങ്ങനെ നമ്മളുടെ മനുഷ്യൻ്റെ ചിന്ത കൊണ്ടുപോകാൻ കഴിയും? അവിടെ ആണ് ഈ തൊലിപ്പുറ ചിന്തകളിൽ നിന്ന് മാറി നമ്മൾ ആഴത്തിലേക്കുള്ള ചിന്തയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ പൊതുസമൂഹത്തിലെയും പൊതുവിടത്തെയും മാധ്യമങ്ങളിലെയും ഒക്കെ ചർച്ചയെ കൊണ്ടുപോകേണ്ടത്.